ഇപ്പോ മറ്റേ രാജസ്ഥാനിലെ മരുഭൂമിയിലാണ് ആടുജീവിതം ഷൂട്ട് ചെയ്യാനിരുന്നത് എന്ന് മറ്റേ ബ്ലസ്സി പറഞ്ഞ അഭിമുഖങ്ങളിലൊക്കെ വായിച്ചിട്ടുണ്ട്. അതൊക്കെ എല്ലാവർക്കും അറിയുന്നതല്ലേ. ഇതെങ്ങനെ ഫ്ലൈറ്റില അല്ല വഞ്ചിക്ക് എന്തോ ഒരു ആഗോള ഇസ്ലാമിക അജണ്ട ഇതിന്റെ അകത്ത് ഷാജിയേട്ട്, നമ്മൾ പോലും അറിയാതെ അധോലോകമായി മാറി കഴിഞ്ഞിരിക്കുന്നു ഷാജിയേട്ടാ. എമ്പുരാൻ സിനിമയിൽ ഹിന്ദുക്കളെ ആക്ഷേപിച്ചു, ഹിന്ദുക്കളെ വർഗീയവാദികളായി കാണിച്ചു, ഗോത്ര മാനിപ്പുലേറ്റ് ചെയ്തു, കാണിച്ചില്ല എന്നൊക്കെയാണ് പൊതുവിൽ പറയുന്നത്. ഞാൻ കേട്ടിട്ടില്ലല്ലോ. എന്നാൽ അതിനേക്കാൾ ഭീകരമായി ലോകത്തെ ഏറ്റവും വലിയ മതമായ ക്രിസ്ത്യാനിറ്റിയെ ഈ സിനിമ അവഹേളിക്കുന്നുണ്ട്, അപമാനിക്കുന്നുണ്ട്. എത്ര കാലമായി സഖാവേ നമ്മളൊരു കുത്തിത്തിരിപ്പുണ്ടാക്കിയിട്ട് രോമാഞ്ചം കണ്ട. ദൈവപുത്രൻ പാപം ചെയ്യുമ്പോൾ ദൈവം കറുത്ത മാലാഖയെ, ബ്ലാക്ക് ഏഞ്ചലിനെ, സാത്താനെ അയക്കുന്നു എന്നൊക്കെ പറയുന്ന തികച്ചും ക്രിസ്തീയ വിശ്വാസത്തിനെതിരായ കാര്യങ്ങൾ എമ്പുരാൻ സിനിമയിൽ കാണിക്കുന്നു. ഞാനൊന്ന് തുമ്മിയാലിവിടെ വർഗീയ ലഹളം നടക്കും. അതിന്റെ ഇടയിൽപ്പെട്ട നീ മയ്യത്താവും. പറയുന്നത് സാത്താൻ സേവയെ അനുകൂലിക്കുന്ന സാത്താൻ അനുകൂലിക്കുന്നു. എങ്ങനെ ഞാൻ ക്രിസ്ത്യാനിറ്റിയെ തകർത്തിട്ട് ഇസ്ലാമിക ജിഹാദ് നടപ്പാകുന്നു. ദൈവപുത്രൻ പാപം ചെയ്യുമ്പോൾ കർത്താവ് കറുത്ത മാലാഖയെ അയക്കുന്നു. ദൈവപുത്രൻ തന്നെ തെറ്റ് ചെയ്യുമ്പോൾ ചെകുത്താനെ അല്ലാതെ വേറെ ആരെ ആശ്രയിക്കാൻ? ദൈവപുത്രൻ പാപം ചെയ്യുമ്പോൾ, ദൈവപുത്രൻ എന്ന് പറഞ്ഞാൽ യേശുദേവനാണ്. യേശു പാപം ചെയ്യാൻ, യേശുദേവൻ എവിടെ പാപം ചെയ്തു? പേര് കേട്ട വിവരദോഷികളാണെന്ന് തോന്നുന്നു. യേശു പാപം ചെയ്തു എന്ന് ഇതിൽ പറയുന്നു. ആ സമയത്ത് കർത്താവ് യഹോവ കറുത്ത മാലാഖയെ അയക്കുന്നു. രണ്ടുപേരെയാണ് താഴ്ത്തിക്കെട്ടിരിക്കുന്നത്. എന്ത് ഭ്രാന്താണ് ഇയാള് പറയുന്നത്? രാമദാസ മോനെ, നീ പറയുന്നത് നീ എത്ര പുളു വേണമെങ്കിലും അടിച്ചോ, പക്ഷെ കേൾക്കുന്നവർ കൂടി ദഹിക്കണം. എനിക്ക് വായി തോന്നുന്ന ഞാൻ പറയും. എല്ലാം പറഞ്ഞതുപോലെ നമ്മൾ ഇറങ്ങണി ഇനി വിടുന്ന ആപ്പിലാവും.